പക്ഷേ നമുക്ക് കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങേണ്ടായിരുന്നു. എങ്കിൽ എപ്പോഴേ എത്തിയേനെ. അതെങ്ങനെ? ഇവന് ക്യാൻറ്റീൻ ഇടയ്ക്ക് ഇറങ്ങാൻ പറ്റൂ? ഇനിയിപ്പോ 2 ദിവസം ലീവ് അല്ലേ, അല്പം വൈകിയാലും വിഷയമൊന്നുമില്ല. ഞാൻ അല്ലേ ഡ്രൈവർ. എടാ മനു, മതിയടാ കുടിച്ചത്. ഡ്രൈവ് ചെയ്യുവാണെന്ന് ഓർമ്മ വേണം നിനക്ക്. മതിയല്ലോ, എനിക്ക് മതി. ഞാൻ നിർത്തിയേ. ഇനിയൊരു ചെറുതൂടെ ബാക്കിയുള്ളൂ. വരുന്ന വഴിക്ക് വാങ്ങാന്ന് പറഞ്ഞിട്ട് നടന്നതുമില്ല. കാടല്ലേ അളിയാ, വല്ല വാറ്റും കിട്ടുമെന്ന് നമുക്ക് നോക്കാം. എടാ വണ്ടി ഒന്ന് നിർത്തണം, എനിക്കൊന്ന് മൂത്രം പിടിക്കണം. വണ്ടി നിർത്താനാ? ഈ കാടിൻ്റെ നടുക്ക ആളും പേര് ഉള്ളിടത്തും എല്ലാം നിർത്താം. അതുവരെ നീ ഒന്ന് പിടിച്ചു നിന്നേ. എടി ഉറങ്ങിയത് മതി, എഴുന്നേക്ക്. വണ്ടി കയറിയപ്പോൾ തുടങ്ങിയ ഉറക്കാം. ഉറങ്ങട്ടെ ശമ്പൂണ്. അവള് ഇന്നലെ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നല്ലോ. എടാ നേരെ ഉരുട്ടി, ഇനിയെങ്കിലും ഒന്ന് വണ്ടി നിർത്ത്. നിന്റെ വാക്കും കേട്ട് ഇറങ്ങി തിരിച്ചാ ഞങ്ങള്. ഇനി ആ മനയിലെത്താതെ വണ്ടി നിർത്തുന്ന പ്രശ്നമില്ല. മനു, നീ കേട്ടല്ലോ. അത് ഞാൻ ഏറ്റളിയാ. ഇവന്മാരെ വിളിച്ചോണ്ട് വന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. കർത്താവേ, ആറ്റിക്കല്ലേ. നീ ഒന്ന് പതുക്കെ പോ. വല്ല കാട്ടുമൃഗങ്ങൾ മുന്നിൽ വന്ന് ചാടിയ ഒരു ഗ്യാപ്പിട്ട് നിർത്താനെങ്കിലും പറ്റും. ഓ, ഇത് ചെറിയ കാടല്ലേ, ഇവിടെ മൃഗങ്ങളൊന്നും കാണില്ല. ഇതാണോ ചെറിയ കാട്? അപ്പൊ ഇതിലും വലിയ കാട്ടിലേക്കാണോ നീ ഞങ്ങളെ കൊണ്ടുപോകുന്നത്? പിന്നെ അല്ലാതെ, വലിയൊരു കാടിന് നടുക്കായി ഈ മന. ഒത്തല്ലോ. നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമായി. ദൈവമേ, ഞങ്ങളെ നീ തന്നെ കാത്തോണേ. ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കില്ല. ആഹാ, തമ്പുരാട്ടി ഉണർന്നോ? ഒന്ന് മിണ്ടാതിരിക്കും. എനിക്ക് പറ്റുന്നില്ല. ഒന്ന് പോയടാ. ഇനി ഈ വണ്ടി മനയുടെ മുന്നിൽ ചെന്നേ വണ്ടി നിർത്തും. എന്ത് ചവിട്ടാടാ ചവിട്ടിയെ? കൈ പോയി. എന്താടാ മനുഷ്യനെ പേടിപ്പിക്കേ? എന്തോന്ന് വട്ടം ചാടി. എന്നിട്ട് ഞാനൊന്നും കണ്ടില്ലല്ലോ. നിനക്ക് തോന്നിയതായിരിക്കും. തോന്നിയതല്ലേ? സീരിയസ്ലി എന്തോ ഒരു കറുത്ത സാധനം. എടാ, അത് വല്ല പട്ടിയെ വല്ലതും കൊടുത്ത് ചാടിയതായിരിക്കും. നിനക്ക് തോന്നിയതാ? അല്ലടാ, ഞാൻ കണ്ട. എന്തുവാലും വണ്ടി നിർത്തിയതല്ലേ, അങ്ങോട്ട് ഇറങ്ങുവേണ്ടേ? ശമ്പൂണ്ട, എനിക്ക് ഇയാളെ തീരെ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ ഇവിടെ വന്നിരുന്നേ വരെയൊക്കെ. പിന്നെ നിന്നെ തൊട്ട് പിടിച്ചിരിക്കാനൊക്കെ അങ്ങോട്ട് ഇറങ്ങുവേണ്ടേ? അങ്ങ് മാറങ്ങോട്ട്. ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. മനുഷ്യരെ ഇവിടെ മൂത്രം ഒഴിക്കാൻ മുട്ടി നിൽക്കുമ്പോൾ ഇവിടുമാരുടെ ഒരു കിന്നാരം. ടയറിന്റെ പണി കിട്ടായിരുന്നാ കൊള്ളാം. അമ്മാതിരി ചവിട്ടല്ലേ നീ ചവിട്ടിയേ. ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞതാ ഇയാളെ ഒന്നും കൂട്ടുണ്ടെന്ന്. എന്തിനാ ഈ ആവശ്യമില്ലാത്ത കൂട്ട്? ഈ ശമ്പൂണനെ ചുമ്മാ ഓഫീസ് സ്കാനിൽ നിൽക്കുന്നവരെ പിടിച്ച് കൂടെ നിർത്തിയിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മുടെ സ്റ്റാൻഡേർഡെങ്കിലും നോക്കിക്കൂടെ? അവനെ കൂടെ കൂട്ടിയതാണോ കുറ്റം? അവൻ വെച്ചുണ്ടാക്കാതൊന്നും വെട്ടി വിഴുങ്ങാൻ മാത്രം ഒരു കുഴപ്പമില്ല. നമുക്കാർക്കും അവൻ പറഞ്ഞേ മന അറിഞ്ഞൂടാ. അപ്പൊ പിന്നെ വഴിയറിയാവുന്ന ഒരാളെങ്കിലും വേണ്ടേ? അതിനങ്ങനെ ഒരു മനയുണ്ടെങ്കിലല്ലേ. ഓരോ കെട്ടുകഥകളല്ലേ. കെട്ടുകഥയൊന്നുമല്ല. എന്റെ മുത്തശ്ശേർ ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെയുള്ള തമ്പുരനും തമ്പുരാട്ടിയൊക്കെ കൊള്ളക്കാര് കൊള്ളയടിച്ചിട്ട് എല്ലാ സ്വർണം കൊണ്ടുപോയെന്നാ കേട്ടിട്ടുള്ളത്. അവിടെ ആത്മാക്കളൊക്കെ ഗതി കിട്ടാതെ അലയുന്നുണ്ടെന്നാ പറയുന്നത്. ഈ അടുത്ത കാലത്താണ് സർക്കാർ അത് ഏറ്റെടുത്തത്. പിന്നെ ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. പിന്നെ ആത്മാവ് മണ്ണാൻ കട്ട. അതിനകത്ത് ആരും കയറാതിരിക്കാൻ ആൾക്കാരെ ഉണ്ടാക്കിയതാ ഇതല്ല. അവിടെ ആയിരിക്കും. എന്തായാലും കൊള്ളാം. വല്ലവന്റെയും വാക്കും കേട്ട് ഇറങ്ങി തിരിച്ച നമ്മളെ വേണം പറയാൻ. നീ ഒന്നും മിണ്ടാതിരിക്കുക. അവനെങ്ങനെ കേട്ടോണ്ടോന്ന് മോശം. ഓ, ഞാനൊന്നും പറയുന്നില്ല. ഇപ്പൊ പെരുവഴിയിലായപ്പോ സമാധാനമായല്ലോ എല്ലാവർക്കും. അയാള് പോയിട്ട് കുറച്ചേരം ആയല്ലോ, കാണുന്നില്ലല്ലോ. നീ മിണ്ടായിരുന്നേ, അയാളുടെ കാര്യം അയാൾക്ക് നോക്കാൻ അറിയാം. അയ്യോ, അമ്മ ഓടിക്കോ. എടാ മനുവേ, വണ്ടി കയറാ. വണ്ടി എടുത്തോട്ട് പോടാ. മനു, നീ പറഞ്ഞ നേരാ. അവിടെ എന്തോ ഒരു കറുത്ത രൂപം ഉണ്ടടാ. ഇതിപ്പോ ആരോട് വഴി ചോദിക്കേ? നിനക്ക് വഴി അറിയില്ലേ? അത് പറ. ഇതിപ്പോ ഈ വഴി തന്നെ 3ാമത്തെ തവണയാ. എടാ, ഞാൻ ഇവിടെ ഒറ്റ തവണ വന്നിട്ടുള്ളൂ. അത് നാട്ടിലെ കൂട്ടുകാരുടെ പകല്. ദേവു, നീ ആ ഗൂഗിൾ മാപ്പ് നോക്കിയേ. അവളെപ്പോഴേ ഉറങ്ങി. ഗൂഗിൾ മാപ്പ് പോയിട്ട് ഇവിടെ റേഞ്ച് പോലും കിട്ടുന്നില്ല. എന്റെ ഫോണാണെങ്കിൽ ചാർജ് തീർന്ന് സ്വിച്ച് ഓഫ് ആയി. എന്റെ ഫോണും ഓഫായി. അതൊന്നും ഇല്ലാതെ തന്നെ എത്തും. ഓ പിന്നെ, തന്റെ കുടുംബക്കാര് നിരന്ന് നിൽക്കൂല്ലേ വഴി പറഞ്ഞുതരാൻ.
ദേ ശംഭു, എനിക്ക് ഈ പെണ്ണിന്റെ സ്വഭാവത്തിൽ പിടിക്കുന്നില്ല. ഓ താൻ എന്നെ കല്യാണം കഴിക്കാനൊന്നും വരണ്ട. എന്റെ പൊന്നു ചേച്ചി സ്വപ്നത്തിൽ പോലും എന്നെ കല്യാണം കഴിക്കാൻ വരണ്ട. ചേച്ചി തന്റെ ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? എല്ലാം കൂടെ പാതിരാത്രി പെരുവഴി കിടന്ന കടിപിടി കൂടുന്നേ. എന്ത് കഷ്ടമായത്. ഏത് നേരത്താണോ ഇറങ്ങി തിരിച്ച്? ഓ, ഒരു വഴികാട്ടി ബോർഡ് പോലും ഇല്ല. എടാ അതൊരാളല്ലേ? ആ ശരിയാടാ, നീ എന്തായാലും വണ്ടി ഒരു നിർത്തി. വല്ല ഭ്രാന്തനുമായിരിക്കും, നിർത്തണോ? ആരായാലും എന്താ, നമുക്ക് വഴി ചോദിച്ചാ പോരെ? ചേട്ടാ സൂക്ഷിച്ചു വേണേ, ഒരകലം വിട്ട് നിന്നാ മതി. അതെ ചേട്ടാ, ഈ മനക്കൽ കോവിലത്തേക്കുള്ള വഴി ഏതാ? കുറെ നേരമായി ഈ കാട്ടിനകത്ത് പെട്ടിട്ട് വഴി ചോദിക്കാൻ ആരെയും കാണുന്നില്ല. അയ്യോ മനു വിട്ടോടാ. ഞാൻ പറഞ്ഞു. ശമ്പോടെ എന്തു പറ്റി? ആരാ ഇത്? ട്രാക്ടറുടെ അമ്മാവന്റെ മോനോ? അയാൾ കാണിച്ച ഇങ്ങോട്ട് തന്നെയാടാ. ദേ പോസ്റ്റിൽ വെളിച്ചം കാണുന്നുണ്ട്. വഴി തെറ്റിയെന്നൊന്ന് പേടിച്ചു. അങ്ങനെ അവസാനം നമ്മളെത്തി. എല്ലാരും എണീറ്റേ, സ്ഥലമെത്തി. ആഹാ, പെട്രോൾ വിളിച്ചൊക്കെ ഉണ്ടല്ലോ, ഭാഗ്യം. മോനിച്ച, നീ ഒന്ന് ബാഗ് നോക്കിയേ. അവരട്ടെ അവരട്ടെ, ആ വാ ബാക്കിയൊക്കെ. ആ ഓ, വല്ലാത്തൊരു യാത്രയായി പോയി. എന്റെ ബാഗ് കൂടെ ഇങ്ങെടുത്തേ. നടുവൊടിഞ്ഞ്. നിന്റെ നാട് മാത്രം ഒടിഞ്ഞിട്ടുള്ളൂ, ബാക്കിയുള്ളവന്റെ എല്ലാം ഒടിച്ചിരിക്കുവാണേ. ആ അനു, നീ ആ ബാഗ് എടുക്ക്. കുപ്പി പോട്ടല്ലേ? എന്റെ പൊന്നു മോനെ പൊട്ടിച്ച വളല്ലേ, രാത്രിക്ക് ഇത് മാത്രമേ ഉള്ളൂ. ഒന്ന് വേഗം ആവട്ടാ. ദേ അവിടെ ഒരാള് നിൽക്കുന്നു. അത് മുമ്പേ വഴി വെച്ച് കണ്ട ട്രാക്കുളെ. അതിന് അയാൾ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തൂ? ആ, അതിവിടുത്തെ സെക്യൂരിറ്റി വല്ലോ ഇല്ലേ? നിങ്ങളാണ് വരുമെന്ന് പറഞ്ഞ ആൾക്കാർ. രാജേഷ് വിളിച്ചിരുന്നല്ലേ, അവൻ ഞങ്ങളുടെ അടുത്ത കൂട്ടുകാരനാ. നട്ടപ്പാതിരേക്കാണ് നിന്റെ വിശേഷം പറച്ചില്. വേഗം വരാൻ നോക്ക്. ഇനി ഒരു കൊലിപ്പോന്നല്ലോ. ഉറക്കം മുറിഞ്ഞതിന്റെ കലിപ്പായിരിക്കും. കാര്യമാക്കണ്ട, വാ പോവാ. മോനിച്ചൻ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും വലിയ സെറ്റപ്പാണെന്ന് വിചാരിച്ചില്ല. കാടിനകത്ത് ഇങ്ങനെ ഒരു വീട്. കൊള്ളാം, വാ. വേഗം വാടി. നിങ്ങൾ വരുന്നില്ലേ? ഓ വരുമല്ലേ? ഇയാളാര് ഡാഡി ഗിരിഞ്ഞ പൊളിച്ചേക്കുന്നു. നിങ്ങളിതിനും കഴിച്ചിട്ടാണോ വന്നേ? ആ, വരുന്ന വഴിക്ക് കഴിച്ചു. ഇനി കഴിച്ചില്ലെന്ന് പറഞ്ഞാലും ഇവിടെ വെച്ചോളമ്പോൾ തരാൻ ആരുമില്ല. അതിന് ഞങ്ങൾ ചോദിച്ചില്ലല്ലോ. കഴിച്ചെങ്കിൽ നല്ലത്. കേറ് കേറ്, കാര്യമാക്കണ്ട. പെട്ടെന്നാകട്ടെ. വാ. അകത്തല്ല ഇരുട്ടാണല്ലോ, പിന്നെ രാത്രി പിന്നെ ഇരുട്ടല്ലാതെ മാത്രമേ വെട്ടുള്ളൂ. അത്രയും നേരം ഇരുട്ടതല്ലായിരുന്ന. വലിയ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കരുത്. കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാതെ വേഗം കയറി കിടക്കാമോ? മുകളിലെ മുറികൾ പായം തരാനൊന്നുമില്ല. ഉള്ള സൗകര്യത്തിൽ കഴിച്ചിട്ട് പോകും. പിന്നെ രാത്രി എന്തെങ്കിലും ശബ്ദം കേട്ടാൽ ഇറങ്ങി വരാൻ നിൽക്കണ്ട. കറണ്ട് എപ്പോഴാണ് പോകുന്നത് അറിയത്തില്ല. എവിടെയെങ്കിലും തട്ടിത്തടഞ്ഞ് വീണിട്ട് ചുമന്നുകൊണ്ട് പോകാൻ എന്നെ കിട്ടത്തില്ല. ഇയാളെന്താ പറഞ്ഞോട്ട് വാച്ച്മാൻ്റെ ഒക്കെ പവറേ. ഇങ്ങനെ എന്റെ വാച്ച്മാനാണോ ഓണറാണോ? ആർക്കറിയാം. വീട് വീട് പോ. അയാള് വല്ല വെള്ളമായിരിക്കും. വിട്ടുകളാ പോട്ടെ. എല്ലാരും ഉണ്ടല്ലോ. എന്തൊരു ചുട്ടല്ലേ. നീ വാടാ. ഈ കോവിലകത്തിനകത്തെ ഇത്രയും വലിയ സെറ്റപ്പ് ഉണ്ടെന്ന് പുറത്തു നിന്നോ താഴെ നോക്കി അറിയാൻ പറ്റത്തില്ല. അതിപ്പം പകൽ വെട്ടത്തിലെ ഈ ഏരിയയെ കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവുള്ളിയാ? ആനയും പുലിയൊക്കെ ഉള്ള കൊടും കാടാ ചുറ്റും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല്ലും നഖമെങ്കിലും കിട്ടിയാ ഭാഗ്യം. നിങ്ങളൊന്ന് പേടിപ്പിക്കാതെ പോ മോനിച്ച. ഞാൻ പറഞ്ഞതേ ഉള്ളൂ.
ഇത് കൊള്ളാലോ സെറ്റപ്പ്. എന്നെ സൂപ്പർ ആയിരിക്കത്തില്ലേ? നീ എന്തുവാ കരുതി? എല്ലാം നല്ല കാതലുള്ള ഉരുപ്പടിയാണ്. പോകാൻ നേരത്തെ കാര്യം ഒതുങ്ങുന്ന ആയ കാലത്ത് രാജാക്കന്മാരെ പോലെ കഴിഞ്ഞവന്മാരായിരിക്കും. യോഗം ഇല്ലാണ്ടായി. ഓ എന്റെ അമ്മോ, ഇവിടെ ഇത്രയും സൗകര്യം ഉണ്ടായിരുന്നോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം. ഇവിടത്തെ ഫർണിച്ചറൊക്കെ ആയിരിക്കും ആ കള്ളന്മാരടിച്ചോണ്ട് പോയത്. ആ നല്ല പഴക്കമുണ്ടല്ലോ. അല്ല ഈട്ടിയാ തേക്കമായിരിക്കുമല്ലേ. എടാ തെങ്ങുന്തടിയാ. അതും ഇതുമായിരിക്കും മുറികൾ. ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ അത് എടുത്തോളാം. ഓക്കെ അല്ലേ? JCB വിളിച്ച് ഇടിച്ച് നേരത്തെ നിങ്ങൾ ഈ മുറിയിലോട്ട് വയ്ക്കോ. ശരി. ആടാ, നമുക്ക് അങ്ങോട്ട് കൂടാം. നല്ല ബെസ്റ്റ് മുറി. ഒത്തനടുക്ക് ബാത്റൂം, വാഷ് ബേസിൻ, എന്തൊക്കെയായാലും അലമാരയ്ക്ക് ഒരു കുറവുമില്ല. ഈ രാത്രി എങ്ങനെ ഇത് കഴിച്ചു കൂട്ടും? ഒരു തലയണ പോലും ഇല്ല. ശരിയാ. ആ ബാൽക്കണിയൊക്കെ ഉണ്ടല്ലോ. നീ ഒന്ന് പോയി തുറന്നിട്, മുറിയിൽ കുറച്ച് കാറ്റെങ്കിലും കയറട്ടെ. ലോക്കാണോ? അല്ലല്ലോ, ദിയ തുറക്കാൻ പറ്റുന്നില്ല. തള്ളി നോക്ക് നീ, എന്തെങ്കിലും ജാം ആയതാവും. ലോക്കല്ലല്ലോ, പിന്നെന്ത് പറ്റി? തള്ളി നോക്ക്. എന്റെ അമ്മേ, ഞാനങ്ങ് പേടിച്ചു പോയി. ഞാനും. ഇതേതാ ഈ കുട്ടി? സെക്യൂരിറ്റിയുടെ മോളാണെന്ന് തോന്നുന്നേ. സെക്യൂരിറ്റിയുടെ മോളോ? ദേ പോകുന്ന നോക്ക്, നമ്മളെയൊന്നും മൈൻഡ് പോലും ചെയ്യാതെ. എന്തോ ഒരു വശപ്പശകില്ലേ? ശരിയാ. ഏയ് നിന്നേ, ദേ അവിടെ നിക്ക്. ആ കൊച്ചങ്ങ് പോട്ടെ. പമ്മി പതുങ്ങി ഈ സ്ഥലത്ത് ആരും കാണാതെ കേറി വന്നത് വല്ലതും കക്കാനാണോ നാക്കറിയാം. നമ്മള് കേറി വന്നപ്പോ അയാളുടെ അടുത്ത് മോളൊന്നും ഇല്ലായിരുന്നല്ലോ. അത് ശരിയാണല്ലോ. നീ വാ നോക്കാം. നമ്മളെ കണ്ടപ്പോ മുങ്ങാ നോക്കാം. ശരിയാ, വാ. ഇതങ്ങനെ വിട്ട പറ്റില്ലല്ലോ. ഇതെവിടെ പോയി? ആർക്കറിയാം. വാ നോക്കാം. കുളി കഴിഞ്ഞപ്പോൾ എന്താ ഒരാശ്വാസം. നീ താനേ നീ താനേ കണ്ണിത്തും നീ ഇപ്പം ഞാൻ ഒറ്റയ്ക്കായോ? അളിയാ വാടാ. ഒളിച്ച് 1 2 ഒരു ട്രിപ്പ് ആയാലുണ്ടല്ലോ. ഇതില്ലെങ്കിൽ എന്ത് ആടി പോളി. ഡാ, നീ പോയി അവളെ വരെ വിളിച്ചോണ്ട് വാ. 2 അടിച്ചേറ്റ് പോവാ. പോയി വിളിച്ചോണ്ട് വാടാ. ഒന്ന് ചെല്ലണങ്ങി. ഓ, ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ടേബിളെ വല്ലതും നോക്കാം, അവിടെ ലൈറ്റ് വല്ലതും കാണും. ടോർച്ച് എങ്ങനെ എടുക്കണമായിരുന്നു. ഓ ഒന്ന് അനങ്ങി പോയിട്ട് വാടേ. ഇട്ടത് എങ്ങോട്ട് പോയി? കറണ്ടിന് പോകാൻ കേട്ടോ നേരം. എന്താടാ ഇതേ കിട്ടിയോളാ? ടോർച്ച് കിട്ടിയില്ല, ഫോണേ കിട്ടിയുള്ളൂ. ഒരു കണക്കിന് നോക്കിയാലേ ഈ ആംബിയൻസിന് പറ്റിയ സാധനം ഈ ഐറ്റം. അത് ശരിയാ. കറണ്ട് ഒന്നല്ല. പിന്നെ വഴി താമസിപ്പിക്കണ്ട. എടാ, അവളോരെവിടെ? അവളുമാര് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടോ? എനിക്ക് വയ്യ വിളിക്കാൻ. എന്നാ പിന്നെ അമ്മക്ക് ഓരോന്നടിക്കാം. ഈ ചെറുതുകൊണ്ട് ഇന്ന് നിൽക്കാം, നാളെ എന്ത് ചെയ്യും? ഓ, നാളത്തെ കാര്യം നാളെ. നീ ഇപ്പൊ ഇത് അടി. കച്ചിങ്ങൊക്കെ എടുത്ത് കഴിക്കുന്ന നോക്കിയിരിക്കാതെ. എന്നാ പിടി വെള്ളം വെള്ളം. ഒരു ചേസ് അടി സാധനം. ഞാൻ ജിയേഴ്സ്. യാ, ജിയേഴ്സ്.
ആ എന്തായാലും കഴിച്ചിട്ട് വന്ന് നന്നായി. അതിനടുത്ത് ഒരു ഓംപ്ലേറ്റും കൂടെ ഉണ്ടായിരുന്നു പൊളിച്ചേനെ. നീ എന്താടാ കല്യാണം ഒന്നും കഴിക്കാത്ത? ഓ അത് വലിയൊരു കഥയാണ്. തേപ്പാണോ? ആ ഓ ഏപ്പല്ല, അതൊക്കെ എങ്ങനെ ഇപ്പം പറയുന്നത്? നീ പറയടാ, കഥയെങ്കിൽ കഥ, സമയം പോണ്ടേ? 6ാം ക്ലാസ്സുകാരിയായ മറിയത്തിന് 9ാം ക്ലാസ്സുകാരനായ മോനിച്ചനോട് തോന്നിയ ഇഷ്ടം. അത് വളർന്ന് വലുതായപ്പോൾ ഇഷ്ടം മാറി പ്രണയമായി. ജാതി മതം ഒന്നായതുകൊണ്ടും ഞങ്ങൾ ഒരേ ഇടവകയായതുകൊണ്ടും എല്ലാവരുടെ കൂടി ഞങ്ങളുടെ കെട്ടം ഉറപ്പിച്ചു. അതിന് പിന്നാലെയാണ് 18ലെ പെരുമഴയും വെള്ളപ്പൊക്കവും. അപ്പനും അമ്മയും അടക്കം അവിടെ കുടുംബത്തിലെ 5-6 എണ്ണത്തിന് പെരുവെള്ളവും കൊണ്ടുപോയി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് അവൾക്കെല്ലാം ഞാനും എൻ്റെ അമ്മച്ചിയായിരുന്നു. ഒരു സങ്കടക്കണ്ണീർ തീരുന്നതിന് മുമ്പ് അടുത്തത് കൊറോണ ബാധിച്ച് അവളും എൻ്റെ മടിയിൽ കിടന്നങ്ങ് പോയി. അവിടെ സ്ഥാനത്തേക്ക് മറ്റൊരാളെ ചേർത്ത് നിർത്താൻ എനിക്ക് താല്പര്യം തോന്നിയില്ല, മനസ്സും അനുവദിച്ചില്ല. അമ്മച്ചിയുടെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ ഒറ്റയ്ക്കായി. ഒറ്റയ്ക്ക് വീട്ടിലിരിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഓഫീസിൽ ഒരു ജോലിക്കായിട്ട് വന്നത്. ചില സങ്കടങ്ങളൊക്കെ അങ്ങനെ ഇടാ മോനിച്ച. എത്ര തേച്ചാലും മാച്ചാലും മനസ്സിൽ നിന്ന് പോവുകയില്ല, അതങ്ങനെ കിടക്കും. ആ പറഞ്ഞത് വളരെ ശരിയാളിയാ. ഉദാഹരണത്തിന് നോക്ക്, നമ്മുടെ ശമ്പുളിയ എന്തോരം തെണ്ടിത്തരം കാണിച്ച് ഞാൻ പറയാം, എന്തോരം തെണ്ടിത്തരം കാണിച്ചിട്ടാണെന്നറിയാമോ ഈരം ചിരിക്കണത്. വേണ്ട, നീ പോടാ ശമ്പുവാണ, ഞാൻ പറയും. മോനിച്ച മോനിച്ചനെങ്കിലും ഇത് കേൾക്കാം. പറ. ഉണ്ടായടാ ഉണ്ടായി. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറ. നീ പോടാ, ഞാൻ പറയാം. പറ. അച്ഛാ ഇത് കേൾക്കാം. പറഞ്ഞു. അതായത് എന്നാലോ കൊച്ചിത് എവിടെ പോയി? ഇങ്ങോട്ട് ഇറങ്ങി വരണ്ടായിരുന്നു. നീ പേടിക്കാതെ വാ. എത്ര നേരം കൊണ്ട് നോക്കുക, അച്ഛനെയും കാണുന്നില്ല മോളെയും കാണുന്നില്ല. ഒന്ന് പോടി, നമ്മുടെ മുന്നിൽ നിന്നല്ലേ അത് ഇറങ്ങിപ്പോയത്, അതിനിടെ ഓടിപ്പോയി കാണുവോ? നീ വാ. എന്നാലേ കൊച്ചിത് എവിടെ പോയി? ദിയ, ദിയ, ദിയ. ദേവു, ഇവിടെ എവിടെ പോയി? ദേവു, ദേവു, ദിയ, ദിയ. ദിയ, എണീ, കഴിയടാ.
എടാ, എന്താ പ്രശ്നം ഇടാ അപ്പൊ നീയാ നീ പോ. ദേവു മനുഷ്യ നീ എവിടെയാടാ? ഇവരിത് എവിടെ പോയേക്കണം? വെയിലും കാണുന്നില്ല. ഡാ, ഡാ, ഏടാ, എന്താടാ? ഏയ്, ഇങ്ങോട്ട് പോണം, ഇങ്ങോട്ട് പോണം. അവരെയൊന്നും കാണുന്നില്ല. വാ ഇങ്ങോട്ട്, വാടാ, ഇങ്ങോട്ടോ, ഫോണുണ്ട്, ഇങ്ങോട്ടോ, വാ. ഇങ്ങോട്ട് വരുന്ന വഴി നിന്നെ ഞാൻ ഭയപ്പെടുത്തി ഓടിക്കാൻ ശ്രമിച്ചിരുന്നല്ലേ? എന്തേ നിനക്ക് ഭയം തോന്നിയില്ല? അത് തമ്പുരാട്ടിയായിരുന്നോ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു എന്റെ തോന്നലായിരിക്കുമെന്ന്. ഇപ്പൊ കരുതുന്നുണ്ടോ ഇതും തോന്നലാണെന്ന്? ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് കുട്ടി. ഞാൻ വിചാരിച്ചാലൊന്നും തടയാൻ കഴിയില്ല. അത് വിധി പോലെ തന്നെ നടക്കും. തമ്പുരാട്ടി ഇവിടെ എങ്ങനെ? അദ്ദേഹത്തിന് തായ് വഴിയായി കിട്ടിയ മനയാണിത്. കൂടെ ഉണ്ടായിരുന്നവരുടെ ചതിയിൽ സ്വന്തം ദേശം നഷ്ടമായപ്പോൾ എല്ലാവരും പല വഴി പിരിഞ്ഞു. അദ്ദേഹം ഞങ്ങളെയും കൊണ്ട് വന്നത് ഇങ്ങോട്ടേക്കാണ്. പക്ഷെ ഇവിടെയും അപ്പൊ കൊള്ളയടിക്കാൻ വന്നതല്ലേ നിങ്ങളെ? അതെ. പക്ഷെ അവര് കൊള്ളയടിക്കാൻ വന്നവരായിരുന്നില്ല. സ്വന്തം ചോരയെ ഒഴിവാക്കാൻ വന്നവരായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം കൂടപ്പിറപ്പുകൾ. കർമ്മഫലമാണെല്ലാം. അനുഭവിക്കണം. അതാണ് ഇന്ന് മോക്ഷം കിട്ടാതെ ഇങ്ങനെ അലയുന്നത്. കണ്ടില്ലേ, എല്ലാം ഞങ്ങളുടെ ജീവിതം പോലെ ഇരുണ്ടുപോയി. എങ്ങോട്ട്? എടാ, എനിക്ക് ഉറപ്പാ അത് ദേവുവിന്റെ ശബ്ദം തന്നെ. ഞാൻ നല്ല വ്യക്തമായിട്ട് കേട്ടതാ. നിങ്ങൾ ഈ വെള്ളം അടിച്ച് വല്ലതും പിച്ചും പോയും പറയാതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ അവരെവിടെ? മോനിച്ചനെയും കാണുന്നില്ല. അതും ശരിയാണല്ലോ. ദേവു എവിടെയെന്ന് പറയും, നോക്കാം എവിടെ. മോനിച്ച, ഡാ ഡാ, കള്ളും കുടിച്ചിട്ട് കളിക്കലേ നീ. ദിയാ, കാര്യം ഊട്ടിയിട്ടേക്കാണ് ഇവിടെ. ദിയാ, ദേവു, ദേവു, ദിയാ, ദേവു, ഇയാളിത് ഇവിടെ പോയി. ശമ്പൂണ്ണോ? എന്താ നോക്കുന്നത്? അറിയാനുള്ള ആകാംക്ഷയാണോ? എന്ത്? തെറ്റ് ചെയ്യുന്നതിനേക്കാൾ കുറ്റമല്ലേ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? അതിലും വലിയ കുറ്റമല്ലേ ചെയ്ത തെറ്റ് മറച്ചു വെച്ച് ഒന്നും അറിയാത്തതുപോലെ നടക്കുന്നത്? തെറ്റുകൾ എണ്ണമറ്റതാകുമ്പോൾ ചിന്താക്കുഴപ്പമുണ്ടാകും. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലല്ലേ? ഇല്ല. 3 മാസങ്ങൾക്ക് മുമ്പ് ഒരു പൗർണമി രാവിലായിരുന്നു അത്. ഈ കുട്ടിയായിരുന്നു അത്? തമ്പുരാൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്ന?
ഞാൻ നേരത്തെ വന്നപ്പോ കണ്ടില്ലായിരുന്നു. നീയൊക്കെ ഇങ്ങോട്ട് കയറി വരണത് തടയാൻ നോക്കിയതല്ലേ ഞങ്ങള്. എന്നിട്ടോ ആ പാവക്കറ കൂടി എന്റെ മനയിലേക്ക് കൊണ്ടുവന്ന് ചേർത്തില്ലേ? തമ്പുരാൻ തടയാൻ നോക്കിയോ? എപ്പോ? വഴിയിൽ കണ്ടതല്ലേ എന്നെ. എന്നോട് വഴി ചോദിച്ചപ്പോ ഞാൻ തെറ്റിച്ച് ചൂണ്ടിക്കാണിച്ചില്ലേ? എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തേ? ഭയം കാരണം തിരിച്ച് നേരായ വഴിക്ക് പോയി. അത് തമ്പുരാനായിരുന്നു. ആ എന്തായാലും വന്ന് അകപ്പെട്ടു പോയില്ലേ? ഉള്ള സൗകര്യത്തില് നമുക്ക് ഇവിടെ അങ്ങ് കൂടാം. അല്ല തമ്പുരാനെ, ആ പത്തായം തമ്പുരാൻ പണിയിച്ചതായിരിക്കുമല്ലേ? ഏയ് അല്ല, അതിന്റെ മുത്തശ്ശൻ പണിയിച്ചതാ. 10 ആള് കൂടിയാ പൊങ്ങില്ല. 4 ആനയുടെ ബലവും. ഇനിയുള്ള കാലം നീ അതിനകത്ത് സുരക്ഷിതനായിരിക്കും. ഭയം വേണ്ട. അതെന്തായാലും നന്നായി. എനിക്കൊരു കൂരേ. ശപ്പൻ. മുത്തിനെ കണ്ടില്ലല്ലോ. മുത്തോ? ഏത് മുത്ത്? ഓടിക്കോടാ, ഓടിക്കോ. അയ്യോ, എന്താ മാമ വിഷമിച്ചിരിക്കുന്നെ? ഒന്നുമില്ല. മുത്തിനെ ഓർത്തിട്ടാണോ? മുത്തോ? വേഗം വാച്ച. വരുന്നോളെ. പയ്യെ പയ്യെ. നോക്കട്ടെ. പൊട്ട് മതി അച്ഛാ. മതി മതി മതി. ഏത് സിനിമ കാണാൻ നമ്മൾ പോകുന്നത്? അച്ഛാ, എനിക്ക് പോപ്കോണും ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു തരണേ. അതിനല്ലേ അച്ഛൻ തരുന്നേ? അയ്യോ, അച്ഛൻ ഫോൺ എടുക്കാൻ മറന്നുപോയി മോളെ. മോളെ കൊണ്ട് നടന്നു. മാം വഴി കാണുമേ. ഫോൺ എടുത്തോണ്ട് വരാം. വീടിന്റെ പയ്യെ പോണേ. ഹലോ ചേട്ടാ, ഞാനില്ലടാ. കുഞ്ഞിനെ കൊണ്ട് സിനിമയ്ക്ക്. അവന് അറിയുന്നുണ്ട്. ആരും പിന്നെ വേറെ ആരൊക്കെ ഉണ്ട്? എല്ലാവരും ഉണ്ടോ? ദേടാ ഒരു കിളുന്ന്. തീരെ ചെറുതാടാ ഇത്. അതല്ലേ നല്ലത്. നീ വണ്ടി നിർത്ത്. ആരോ പിന്നാലെ ഉണ്ടേ.
അയാളിങ്ങനെ വരുന്നതിന് മുമ്പ് പിടിച്ച് കേട്ടടാ. എന്താ മാമ? മോളെ ഇങ്ങ വന്നേ, എന്താ ഇങ്ങ വാ. എന്താ വാ എന്തിനാ എന്താ മാമനെ ഒരു എന്തിനാ കാര്യം എന്താ? നോക്കി നിൽക്കാതെ പിടിച്ച് കേട്ടടാ. അച്ഛാ അച്ഛാ ഓടി വാ അച്ഛാ 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 അച്ഛനെ വീട് അച്ഛനെ വീട് അച്ഛനെ വീട് ഇവിടെ നിൽക്കാന്നാണ് പറഞ്ഞിരുന്നത്. എന്താടാ, എന്തിനാ ഇത്ര വെപ്രാളപ്പെട്ട് വിളിച്ചത്? കാര്യം എന്താന്ന് വെച്ചാ പറയ്. എന്താടാ ഇങ്ങനെ തല കുമ്പിട്ട് നിൽക്കാതെ കാര്യം എന്താണെന്ന് പറ. എന്തു പറ്റി? ഈ നേരത്തെ എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു? വീണ്ടും നീയൊക്കെ വല്ല പണി ഒപ്പിച്ചോ? ഒന്ന് മാത്രം ഒന്ന് കാര്യം പറ. നീയൊക്കെ എന്താ? എടീ, നീ കാര്യം പറ. അത് ഇന്ന് എന്താടാ ഇത്? ആരാ ഇത്? നിങ്ങൾ എന്താ ഇതിനെ ചെയ്തത്? നിനക്കൊന്നും ബോധമില്ലേ? ഇത് ഏതാ ഈ കുട്ടി? വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറ. എടാ കാര്യം പറ. എന്താ പറ്റിയേ? എന്തൊക്കെയാ നിങ്ങൾ കാണിച്ചു വെച്ചിരിക്കുന്നേ? അത് നമ്മുടെ രമ്യയുടെ കല്യാണത്തിന് പോയപ്പോ ഒരു അബദ്ധം പറ്റിയതാ. കൊച്ചു പോയി. എന്തൊക്കെയാടാ നിങ്ങൾ ഈ കാണിച്ചു വെച്ചേക്കുന്നേ? ഇതൊന്നും മുമ്പ് ചെയ്ത പോലല്ല. കുട്ടി മൈനറാ, പോരാത്തതിനും മേഡറും. പുറം ലോകം കാണില്ല ഇനി രണ്ടും. മതി, അതൊക്കെ പിന്നത്തെ കാര്യം. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ. അതിനാ നിങ്ങളെയൊക്കെ വിളിപ്പിച്ചത്. ഞങ്ങളെ കൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? തെമ്മടുത്തരം കാണിച്ചു വെച്ചിട്ട് നീയൊക്കെ കെട്ടിയിരുന്നെങ്കിലേ ഇതുപോലെ ഒരു കൊച്ചുണ്ടായിരുന്നു നിനക്കൊക്കെ. കിടന്ന് തുള്ളാതെ. ഇതിനെയൊക്കെ സൊല്യൂഷൻ ചോദിക്കാനാണ് നിന്നെ വിളിച്ചത്. പറ്റിപ്പോയി. പറ്റിപ്പോയി. ഇനി ഇതിന്റെ പിറകെ തൂങ്ങാൻ വയ്യ. നിങ്ങൾ കൂടെ നിന്നേ പറ്റൂ. പറ്റത്തില്ല. ദേവു വാ പോ. നിങ്ങൾക്ക് ഇതിനൊക്കെയുള്ള ധൈര്യം ഉണ്ടായിരുന്നല്ലേ? ഞങ്ങൾ എന്തായാലും ഇതിന് കിട്ടത്തില്ല. വാടി. ഒന്ന് നിന്നേ. അങ്ങനെ അങ്ങ് പോയാലോ? ഇത്രയും കാലം നിന്റെയൊക്കെ പോക്കൃത്തരത്തിന് നമ്മൾ കൂട്ടുന്നില്ലേ? അപ്പൊ നമുക്കൊരു ആപത്ത് വന്നപ്പോ നീയൊക്കെ വലിയണോ? വലിയ പുണ്യാളിത്തികളാവാതെ. ഈ ഫോണിലുള്ളതേ പുറം ലോകം അറിഞ്ഞാലുള്ള നിന്റെയൊക്കെ കാര്യം അറിയാലോ. അതുകൊണ്ട് മര്യാദയ്ക്ക് നമ്മുടെ കൂടെ നിന്നാൽ നിനക്കൊക്കെ കൊള്ളാം. എന്തോ നോക്കണം? വാ കൊച്ചിനെട്. നോക്കി എന്തോന്ന് വേഗം വാ ഇങ്ങോട്ട്. സ്പീഡിൽ നടക്ക്. നടക്ക് പെട്ടെന്ന്. കളിക്കല്ലേ? ആരെയും കാണുന്നതിനൊക്കെ പെട്ടെന്ന് പോവാ. വണ്ടി വിടറാ. എന്തായാലും അറിഞ്ഞൂടാ. കേരള ആരെങ്കിലും നീ വിളിക്കടാ. ഇവിടെ ഉള്ളവരെല്ലാം ഉണ്ടടാ. നീ കണ്ടു പറയണ. നമ്മൾ അങ്ങോട്ടല്ലേ പോകുന്നേ?
അവളെ അമ്മയുടെ അടുത്തോട്ട് പോകണ ദാസ. എന്റെ മോള് എന്നെ മോളെ ഒന്ന് വിളിക്കടാ. എടാ, നീ അവളെ കൂട്ട്, നീ അവളെ ഒന്ന് വിളിക്കടാ. എന്റെ മോളെ അയ്യോ. ആ ദാസ, നീ എന്താടാ അമ്പലത്തിലോട്ട് വരാഞ്ഞേ? ലതേ മോളും എല്ലാ ദിവസവും തൊഴുതുകൊണ്ടിരുന്ന അമ്പലമാണ്. എന്നിട്ട് അവളുടെ വിധി തടയാൻ ഈ ദൈവത്തിനായോ? എനിക്കതിലുള്ള വിശ്വാസമൊക്കെ പോയി. എടാ, നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നാലോ? അതൊന്നും അല്ലടാ. മനുഷ്യരുണ്ടാക്കുന്ന ഈ അപകടങ്ങൾക്ക് ദൈവത്തിന് ചെയ്യാൻ പറ്റുമോ? അവരുടെ കണക്കുകൂടലൊക്കെ തെറ്റിപ്പോയി ആകപ്പാടെ അങ്കലാപ്പിലായിരിക്കുക. എന്താ നിന്റെ പ്ലാൻ? നീ അത് പറ. നിനക്ക് ആളുകളെ മനസ്സിലായ സ്ഥിതിക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാണ്. നീ അവരോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കണം. എന്നിട്ട് ആ പ്രേതവനയുടെ കാര്യം പറയണം. അവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്, ഭയങ്കര സംഭവമാണ്, ട്രക്കിങ്, ടെൻറ്റ്, അങ്ങനെ എല്ലാം പറഞ്ഞ് നീ അവരെ അവിടെ എത്തിക്കണം. എടാ, അവിടെ ഒരു വാച്ച്മാൻ ഉണ്ടെന്നാണ് കേട്ടത്. പിന്നെ കുറേ പ്രേതങ്ങളും. ജീവിച്ചിരിക്കുന്നവരെ പേടിക്കണ്ടേ, അല്ലാതെ ചത്തവരല്ല. പിന്നെ ആ സെക്യൂരിറ്റി ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ അയാളെ ഒതുക്കാറാവോ പാട്. അതെനിക്ക് വിട്. അപ്പോൾ ആ പെൺകുട്ടികളോ? ആ പെൺകുട്ടികൾ നിരപരാധികളല്ലേ? അതിന് അവരൊന്നും ചെയ്തില്ലെന്ന് നിനക്കങ്ങനെ പറയാൻ കഴിയുമോ? അല്ല, ചെയ്തേറ്റിനെ മറയ്ക്കാൻ കൂട്ടുനിന്ന് നീയും കണ്ടതല്ലേ. പിന്നെ വിധി നടപ്പാക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ശരിയും തെറ്റും കണ്ടുപിടിച്ച് വിചാരണ ചെയ്യാനൊന്നും എനിക്ക് താല്പര്യമില്ല. എൻ്റെ കുഞ്ഞിൻ്റെ കൊലയാളികളവർ. അവർക്കുള്ള ശിക്ഷ ഞാൻ തന്നെ നടപ്പിലാക്കും. അതാണ് എൻ്റെ ശരി. എൻ്റെ കുഞ്ഞിന് അതോടുകൂടി മോക്ഷം കിട്ടണം. വന്ന കാര്യം കഴിഞ്ഞു. ഞാൻ നിനക്ക് തന്ന വാക്കും പാലിച്ചു. ഇനി നമുക്ക് പോകാം. ഞാൻ പേടിച്ചു പോയല്ലോ. എടി, 3 മാസങ്ങൾക്ക് മുമ്പ് നീ എല്ലാം കൂടി ഒരു പിഞ്ചു കുഞ്ഞിനെ പിച്ച് ചീന്തി കൊന്നത് നിനക്ക് ഓർമ്മയുണ്ടോടി? അതാരാണെന്ന് നിനക്കറിയായിരുന്നു? എൻ്റെ മുത്ത്, ഞങ്ങളുടെ മുത്ത്, എൻ്റെ ജീവനായ ദാസന്റെ മോള്. ജന്മം കൊണ്ടല്ലെങ്കിലും അവൾ എൻ്റെയും മോളായിരുന്നു. അവളെയാ നീ എല്ലാം കൂടി കൊന്നത്. നീ ഞങ്ങളെ? അതേടി, ഞാൻ അവനോടുത്ത വാക്കായിരുന്നു നിന്നെയൊക്കെ എവിടെ എത്തിക്കാമെന്ന്. അതിന് ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ. നീയൊന്നും ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല.
ചെയ്യരുത് പ്ലീസ്. ഞാൻ കാര്യം പറയാതെ നീ പലതും ഊഹിച്ചു. അപ്പൊ നീ ഇത് പ്രതീക്ഷിച്ചിരുന്നു. എന്റെ കുഞ്ഞിനെ വഴിയിൽ തള്ളാതെ അവന്മാർക്കെതിരെ നീ നിന്നിരുന്നെങ്കിൽ നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ലായിരുന്നു. പക്ഷെ എന്റെ കുഞ്ഞിനെ പിച്ച് ചീന്തിയിട്ട് അതിന് കാവലായി നിന്നിട്ട് പിന്നെയും തെറ്റുകൾ ആവർത്തിക്കുന്നവരുടെ കൂടെ നിൽക്കുന്ന നീയൊക്കെ ജീവിക്കുന്നതിന്റെ മണ്ടത്തരോ. ഞാൻ പറഞ്ഞതൊന്നും വേണ്ടാന്ന്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഉപദ്രവിക്കരുത് പ്ലീസ്. നീയൊക്കെ ജീവിക്കുന്നതിന് നല്ലത് മരിക്കുന്നതാ. എന്റെ മോൾക്ക് വേണ്ടി ഞാനിത് ചെയ്യും. മനു ഓടിക്കോടാ, ഓടിക്കോ. അയ്യോ മനു ഓടിക്കോടാ, എടാ ഓടിക്കോടാ, ഓടിക്കോടാ. ഞാൻ പോണേ, നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോടാ. ഞാൻ പോണേ. ദിയാ, ദേവു, ഇയാളിത് ഇവിടെ പോയി. ശമ്പൂർണോ? സ്ഥലം ശമ്പൂർണ, നിങ്ങളിത് എവിടെയാണോ? ഇയാളിത് എവിടെ? എന്നാ പേടിപ്പിക്കല്ലേ എന്നെ. ഒരുമിച്ചിരുന്ന് അടിച്ചിട്ട് ആളെ കാണില്ല. ശമ്പൂർണ, ശമ്പൂർണ, ഡേ ശമ്പൂർണ. യവനൊക്കെ മനുഷ്യനെയും പിടിച്ച് ഇവിടെ വല്ലയിടത്തും കൊണ്ട് കാട്ടിലും ഇട്ട്. എവിടെയാണോ മനു? മനു, എവിടെയാടാ? ഒന്നും കണ്ടും കൂടാ. ഇതൊക്കെ അങ്ങോട്ട് ശമ്പൂർണ, മനു, ശമ്പൂർണ, എവിടെയാടാ? അർജുനൻ ബൽഗുണം കർത്താവ് ഒരു ഗുരുജുണ്ടായിരുന്നെങ്കിൽ എങ്ങോട്ട് കയറി പോണു? എടാ ശമ്പു, എടാ നീ എവിടെ പോയി കിടക്കുകടാ? എടാ മനു, എങ്ങോട്ട്? ഇങ്ങോട്ട് നോക്ക്. ഞാനാ ഇവിടെ ഉണ്ടടാ. മനു, എങ്ങോ? എടാ മനു, ഇത് ഞാനാടാ. ഇവിടെ എന്തോ പ്രശ്നമുണ്ടടാ. നോക്കണ്ട ശമ്പൂല്ല. എടാ ആ മലയിൽ എന്തോ രൂപം കണ്ടടാ. നോക്കുക. ഞാൻ പേടിച്ചോടി. എടാ മനു, നീ എന്താടാ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഇതിലേ ഓടോ. എഴുന്നേക്കടാ.
ഓട് ഓടേ ഓടിക്കോ. അയ്യോ അയ്യോ ഓടാ. വയ്യ സംഭവം വയ്യ. ഒരടി നീങ്ങാൻ വയ്യ. ഇനി ഒരടി നീങ്ങാൻ വയ്യ. ഇവിടെ നിന്നിട്ട് കാര്യമില്ലടാ. എനിക്ക് ദാഹിച്ചിട്ട് വയ്യ. ഇത്തിരി വെള്ളം കിട്ടാൻ എന്തെങ്കിലും വയ്യ. ഇല്ലേ ചത്തു? നിനക്ക് ഞാൻ വെള്ളം തന്നാ മതിയോടാ. മോനിച്ച, നീ ഇത് എവിടെയായിരുന്നു? ഞാൻ എവിടെ എത്തി? അവളുമാരെയും കണ്ടില്ല. ഞങ്ങൾ നിങ്ങളെ തിരക്കി കുറെ കറങ്ങി. എടാ, അവിടെ ആ മനെ പ്രേതം ഉണ്ടോടാ. ആളുകൾ പറയുന്നത് നേരാ, ഞാൻ കണ്ടതാടാ. നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. മോനിച്ച, രക്ഷപ്പെടാൻ ഒരു വഴി പറയാ. കുറെ നേരം കൊണ്ട് ഈ കാട്ടിക്കിടന്ന് ഓട്ടത്തോടെ ഓടും. കത്തിയോ? നിനക്കെന്തോടെ വല്ല ബാധ കൂടി? മോനിച്ച, നിനക്ക് എന്താടാ ഒരു ഭാവമാറ്റം? എന്താ മോനിച്ച? മോനിച്ചനോ? ഏത് മോനിച്ചൻ? ഞാൻ അരവിന്ദൻ, എൻ്റെ മുത്തിൻ്റെ മാമൻ. മുത്തേതാണെന്ന് നീയൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിലേ ഞാൻ പറയാം. എൻ്റെ ദാസന്റെ തലക്കടിച്ചിട്ടിട്ട് നീയൊക്കെ കൂടി കൊണ്ടുപോയി പിച്ച് ചീന്തിക്കൊന്ന എൻ്റെ പൊന്ന്, എൻ്റെ പെങ്ങള് ലതയുടെ മോള് ശിവദാസൻ. മറന്നു കാണത്തില്ലല്ലോ അല്ലേ? എടാ, ഞാൻ പറഞ്ഞ പ്രണയകഥയുണ്ടല്ലോ, അത് ഇവരുടെ കഥയായിരുന്നു. എടാ മനു, നീയൊക്കെ അവിടെ ഇരുന്ന് സാഹസികത വിളമ്പുമ്പോ അത് കേൾക്കാൻ ഇവനും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടടാ. നിന്റെയൊക്കെ ഓഫീസ് ക്യാൻറ്റീനിൽ ജോലിക്ക് കയറി നീയൊക്കെ ആയിട്ട് ചെങ്ങാത്തം കൂടി നിന്നെയൊക്കെ ഇവിടെ എത്തിച്ചത് ഇവന് വേണ്ടിയായിരുന്നു. ഈ ഒരു നിമിഷത്തിന് വേണ്ടി. കൂടെ വന്ന പെമ്പിള്ളേരെയൊക്കെ പറഞ്ഞു വിട്ടിട്ടാ ഞങ്ങൾ വന്നു. വലിയ ജോലിയിലെ കാര്യം നടന്നു. അവരോടെ നിങ്ങളെ തിരക്കിയിരിക്കുക. ഇപ്പൊ എങ്ങനാ? പിടിക്കണവനെ. എഴുന്നേക്ക്. പോടാവൂലേ? എനിക്ക് ഒരിടത്ത് പ്രേത, ഒരിടത്ത് മനുഷ്യര്. നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. ആടാ, നീയൊക്കെ എവിടം വരെ ഓടുകൂടാ? എന്റെ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ഓടി എത്രയും. ഇത് വരുമോ? അങ്ങോട്ട് നിക്കണേ. നീ എവിടെ വരെ ഓടും? ഇനി ഓട. മുഴുവൻ ക്ഷമിക്കടാ. എന്റെ കുഞ്ഞിനെ കൊന്നിട്ട്
എന്താടാ കരുതിയേ? നിന്റെ മോളെ ഞാൻ തന്നെയാ കൊന്നത്. അതിന്റെ അച്ഛ അച്ഛന്നുള്ള വിളി എന്റെ കാതിൽ ഇപ്പോഴും കേക്കുവാടാ. വണ്ടിയിൽ വലിച്ചു കയറ്റിയപ്പോ അലറി വിളിച്ച എന്റെ വായിലേക്കേ ഉടുപ്പൂരി കുത്തിക്കയറ്റിയത് ഞാൻ തന്നെയാടാ. നീ പോയി വേറെ പെണ്ണ് കെട്ടി ജീവിക്കാൻ നോക്ക്. തള്ളയില്ലാത്ത കുട്ടിയല്ലേടാ, പോയി ചാവട്ടറാ, വിട്ടുകളാ. എന്റെ കുഞ്ഞിനെ കൊന്നുകളിട്ട് എന്നോട് ന്യായം പറയുന്നോളാം നായിന്റെ മോനെ. നീ എവിടോട് വേടാ? എന്റെ കുഞ്ഞിന് 8 വയസ്സായിട്ടാ. നീ എന്താ വിചാരിച്ച് അവൾക്ക് കാര്യമില്ലെന്നോ? അവൾക്ക് അവിടെ അച്ഛനുണ്ടോ? നീക്ക് എവിടെയാണോ ഓടുന്നേ? അരുന്താ എന്റെ കുഞ്ഞിൽ നിന്ന് മോശം കിട്ടുന്ന ദിവസമാണ്. അവളിന്ന് ഇവിടെ അമ്മയുടെ എടുത്തിട്ട് പോവാണ്. മുത്തിപ്പ അവിടെ അമ്മയെ കാണുകയാണ് ഇല്ലൂടെ? ഇല്ലടാ, അവളിവിടെ ഉണ്ടാകും. ഈ ദുരാത്മാക്കളൊന്നും നമ്മുടെ അടുത്തേക്ക് വരാതിരിക്കാൻ അവർക്ക് മുന്നിൽ ഒരു ചുഴി തീർത്ത് നമ്മുടെ കുഞ്ഞ് ഇവിടെ തന്നെ ഉണ്ടാകും.